എൻ്റെ പേര് നിശാന്ത്, ഗുരുവായൂരാണ് വീട്. അപ്പോൾ എൻ്റെ സംശയം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ആരാധന എന്നുള്ള വാക്ക് ഒരുപാട് പ്രാവശ്യമായി കേൾക്കുന്നു. ഇപ്പോൾ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ അനുസൃതമായി അല്ലെങ്കിൽ അതിലെഴുതിയിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നത് മാത്രമാണോ ആരാധന എന്ന വാക്കിന്റെ അർത്ഥമായി കണക്കാക്കുന്നത് എന്നാണ്? സഹോദരൻ നിഷാദിന്റെ ചോദ്യം, ആരാധന എന്ന പദം ഇവിടെ ഒരുപാട് തവണ ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിന്റെ പേരാണോ ആരാധന എന്ന്? അല്ല. യഥാർത്ഥത്തിൽ അറബിയിൽ ഇബാദത്ത് എന്ന അറബി പദത്തിന് തുല്യമായ മലയാള ശബ്ദം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ആരാധന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്തിമ പ്രവാചകൻ, ഇബാദത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു കർമ്മം അതെന്താകട്ടെ, അത് ഇബാദത്ത് ആരാധനയാകണമെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണമെന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കഴിയാത്ത കാര്യം ആ കഴിവിന്റെ നാഥനോട് ഉള്ള അഭ്യർത്ഥന, സഹായാർത്ഥന, ഇതാണ് പ്രാർത്ഥനയുടെ കാതൽ. അത് നമ്മുടെ മനസ്സും ആരാണോ പ്രാർത്ഥിക്കപ്പെടുന്നവൻ അവനുമായുള്ള സംവേദനമാണ്. അത് ഇപ്പോ നമുക്ക് രോഗം ഉണ്ടായി. രോഗം ഉണ്ടാകുമ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് രോഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ആളോട് പറഞ്ഞു രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് പ്രാർത്ഥന എന്ന് പറയാറില്ല, ഡോക്ടറോടുള്ള അഭ്യർത്ഥന എന്നേ പറയാറുള്ളൂ. അത് കാരണം ഡോക്ടർ കാര്യകാരണ ബന്ധത്തിന് അധിഷ്ഠിതമായി ഡോക്ടർ മെഡിസിൻ തന്ന് ആ രോഗാണുക്കളെ നശിപ്പിക്കുക അല്ലെങ്കിൽ എന്താ മാർഗച്ചാൽ അതിനനുസരിച്ച് നമ്മളെ ചികിത്സിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതല്ലാതെ നമ്മൾ പറയും, ഇതേ ഡോക്ടറെ അടുത്ത് പോയതിനു ശേഷവും നമ്മൾ പറയും, അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മൾ പറയും, പടച്ചോനെ ഈ രോഗം സുഖപ്പെടുത്തണേ. അവിടെ ദൈവം സ്റ്റെതസ്കോപ്പുമായി വന്ന് ഈ കാര്യം ചെയ്യുമെന്നല്ല, മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സട്ടാവായ തമ്പുരാൻ, അതല്ലെങ്കിൽ ആരെ പ്രാർത്ഥിക്കുന്നുവോ അവൻ. പലരെയും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കപ്പെടുന്നയാൾ നമ്മളെ ആ രൂപത്തിൽ സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അതാണ് പ്രാർത്ഥന. നമുക്കറിയാവുന്നതാണ്, പ്രാർത്ഥന വിശദീകരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന നാഥനോടുള്ള അല്ലെങ്കിൽ വ്യക്തിയോടുള്ള ഒരു പൂർണ്ണമായ വിധേയത്വത്തിൽ അധിഷ്ഠിതമായ അഭ്യർത്ഥന. ഇതാണ് ആരാധനയുടെ മജ്ജ. യഥാർത്ഥത്തിൽ ഒരു കർമ്മത്തെ ആരാധനയാക്കുന്നത് അതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഖുർആൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞതുപോലെ ആരാധനയാകും, ആരാധനയല്ലാതെയുമാകും. ഉദാഹരണത്തിന് ഞാൻ നമസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക. ഖുർആൻ അനുസരിച്ചാണ് ഞാൻ നമസ്കരിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നമസ്കരിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ സട്ടാവായ തമ്പുരാനോടുള്ള പ്രാർത്ഥന ഒന്നുമില്ല. ഞാൻ ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു മെമ്പർഷിപ്പ് എനിക്ക് നിലനിർത്തണം, അതുകൊണ്ട് തന്നെ ആളുകളെ എല്ലാവരും ഞാൻ നിസ്കരിക്കുന്ന ആളാണ് എന്ന് കാണണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ നിസ്കരിച്ചു പോകുന്നു. അവിടെ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് തന്നെ അത് ആരാധനയായി തീരുന്നില്ല. യഥാർത്ഥത്തിൽ അത് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്താകുന്നില്ല എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുക, ഈ ആരാധനയുണ്ടല്ലോ, ഈ പ്രാർത്ഥന, അത് സട്ടാവായ തമ്പുരാൻ നമ്മളെ ആരാണോ പടച്ചത് അവനോടാകണം. ഖുർആനിൽ വളരെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്, ഖുർആന്റെ ഒരു ക്ഷണമുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21, 22 വചനങ്ങളിൽ ഖുർആൻ ഒരു അഭ്യർത്ഥന, ഒരു ക്ഷണം നടത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആൻ ക്ഷണിക്കുകയാണ് മനുഷ്യരെ. അവിടെ വിഭാഗങ്ങളില്ല, ജാതികളില്ല, മത സമൂഹങ്ങളില്ല, മുഴുവൻ മനുഷ്യരോടുമാണ് യാ അയ്യുഹന്നാസ് ഖുർആന്റെ ക്ഷണം. എന്നിട്ട് പറയുന്നത് അഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ആരാധിച്ചു വന്നിരുന്ന ആരാധ്യ പുരുഷന്മാരെ ഒഴിവാക്കിയിട്ട് ഒരു അറബി ദൈവത്തെ ആരാധിക്കണം എന്നല്ല.
നിങ്ങൾ വിഗ്രഹങ്ങളെ ഒഴിവാക്കി ഇതാ ഒരു പുതിയ വിഗ്രഹം, അതിനെ ആരാധിക്കണം എന്നല്ല. ആൾ ദൈവങ്ങൾ, ഇതുവരെ ആരാധിച്ചു വന്നിരുന്ന ആൾ ദൈവങ്ങൾ, അവരെ ഒഴിവാക്കി ഒരു പുതിയ ആൾ ദൈവം ഇതാ, അതിനെ ആരാധിക്കണം എന്നല്ല. മറിച്ച് ഖുർആൻ പറയുന്നത് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. ആ നാഥനാരാ? നിങ്ങളെ പടച്ചവനാണവൻ. നിങ്ങളെ മാത്രല്ല, അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെയും, നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും പടച്ച നിങ്ങളുടെ നാഥനെ ആരാധിക്കണം. എന്തിനാ? അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിമലീകരണത്തിന് ആവശ്യം. ആ നാഥനെ നിങ്ങൾ ആരാധിക്കണം. അവൻ ആരാ? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ, നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവൻ, ആ ഉപരിലോകത്തിന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നവൻ, ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായ സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, അവനെ ആരാധിക്കണം. അവിടെ വർഗീയതയില്ല, വിഭാഗീയതയില്ല. സൃഷ്ടാവ് അവനെ നിങ്ങൾ ആരാധിക്കുക. സൃഷ്ടിപൂജ ഇസ്ലാം നിരാകരിക്കുന്നത് ഈ തലം വെച്ചുകൊണ്ടാണ്. അതാരായിരുന്നാലും മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്ക്, അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശകൻ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്നു. പക്ഷേ ആ ആദരവ് ആരാധനയിലേക്ക് വഴിമാറിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരാൾ മുഹമ്മദ് നബി ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക, അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള ആരാധനകൾ നടത്തുന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ അത് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സുഹൃത്തിന്റെ ചോദ്യത്തിനുത്തരമായി, ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാ സൽക്കർമ്മങ്ങളും എന്ത് തന്നെയാണെങ്കിലും അതിൽ അടിസ്ഥാനപരമായുള്ള കാര്യം ഈ ഒരു കാര്യമാണ്, സൃഷ്ടികർത്താവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന എന്നാണ് ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്.